ഈ ബ്രീഡ് ആക്ച്വലി യോർക്ക്ഷയർ ടെറിയർ എന്ന് പറഞ്ഞൊരു ബ്രീഡാണ്. ബോൺ പ്ലേസ് യു കെ ആണ്. ഇവർ വാനിറ്റി ടൈപ്പ് ഡോഗാണ്. നമുക്ക് വീടിനകത്തൊക്കെ വളരെ ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്ന ഒരു ഡോഗാണ്. പിന്നെ ഹെയർ നമുക്ക് അലർജിക്കല്ല, ഹ്യൂമൻ ഹെയറിനോട് സാമ്യമുള്ളൊരു ഹെയറാണ്. പിന്നെ നമ്മളെപ്പോഴും ആക്റ്റീവായിട്ട് വയ്ക്കും, അതാണ് ഒരു മെയിൻ ഇമ്പോർട്ടൻറ്റ്. ഇവർക്കിപ്പോൾ ഞാൻ കൊടുക്കുന്നത് NND എന്ന് പറഞ്ഞിട്ടൊരു ഇറ്റാലിയൻ മെയ്ഡ് ഫുഡാണ്. ഇൻസ്റ്റൻറ്റ് ഫുഡ് പപ്പീസിന് വരുന്ന ഫുഡാണ് കൊടുക്കുന്നത്. പ്ലസ് നമ്മൾ ബോയിൽഡ് ചിക്കൻ കൊടുക്കും. പിന്നെ നമ്മുടെ മത്തങ്ങ, ക്യാരറ്റ് അതൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ നമ്മൾ ചൂടുകാലം ചെറിയ തോതിൽ തൈര് അതൊക്കെ അവരുടെ ഒരു ഹീറ്റ് റെസിസ്റ്റൻറ്റിന് നല്ലതായിട്ട്. ഒരു കുറച്ച് ഫുഡ് എടുക്കുമോ, ഒരു 10 ഗ്രാമാണ് മാക്സിമം എടുക്കുക. ഒരു വയറിനാണ് സാധാരണ സ്റ്റൊമക്ക് അപ്സെറ്റാണ് കൂടുതലും കണ്ടുവരണേ. നമുക്ക് പക്ഷേ അങ്ങനത്തെ ഒന്നും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. പിന്നെ ഭയങ്കര ചൂട് സമയം വരുമ്പോൾ അവർക്ക് AC ഇത്തിരി നെസസറി ആയിട്ട് വരാറുണ്ട്. അല്ലാതെ നമ്മുടെ ക്ലൈമറ്റായിട്ട് സൂട്ടായി പോകുന്നത്. ഇവർക്ക് 3 കളർ കോമ്പിനേഷനാണ് വരിക. ബ്ലൂ, ഗോൾഡ്, പിന്നെ ഒരു ടാൻ. ഈ 3 കളറാണ് വരിക. അത് മാത്രമേ ഉള്ളൂ. നല്ല ലോങ് ആയിട്ട് വളരുന്ന ഒരു ഹെയറാണ്. പക്ഷെ നമ്മളിപ്പം ഇങ്ങനെ ചൂടായതുകൊണ്ട് കട്ട് ചെയ്ത് നിർത്തുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ നന്നായിട്ട് വളരും. ഇവരൊരു 16 കമാൻഡ് സ്വീകരിക്കുന്ന ഇതാ. പിന്നെ ഇത്തിരി നോട്ടീവാണ്. എന്നാലും ടോയ്ലറ്റ് കമാൻഡൊക്കെ ഓക്കെയാണ്. ഒരു പോട്ടി ട്രേ ഒക്കെ കൊടുത്താൽ അവിടെ തന്നെ സ്ഥിരമായിട്ട് ഒരു 2-3 ദിവസത്തെ നമുക്കൊരു ഇതുണ്ടാവും. അത് കഴിഞ്ഞാൽ അവർ യൂസ്ഡ് ആയിക്കോളും. പുറത്തേക്കൊന്നും അധികം ഇറക്കാറില്ല, ഇവിടെ വീട്ടിൽ തന്നെ ആയതുകൊണ്ട്. പിന്നെ യാത്രയിലൊക്കെ കൊണ്ടുപോകും, അപ്പോൾ അവർ പോട്ടിയൊന്നും ചെയ്യില്ല, വളരെ നീറ്റായിട്ടിരിക്കും. നമ്മൾ എത്ര ദൂരെ യാത്ര ചെയ്ത് കൊണ്ടുപോയാലും ഒരു പ്രശ്നമൊന്നും ഇല്ലാതെ ഇരിക്കും. ഇത്രയും തന്നെയാണ് വളരെ 3.5 ഫീറ്റൊക്കെ ഇത്രയും വരാറുള്ളൂ, അതിൽ കൂടുതലില്ല. കുറച്ചേരം കാണാതിരുന്നത് തന്നെ ഭയങ്കര പ്രശ്നമാണ്. പിന്നെ ഒരു പെർഫോമൻസാണ്, ഭയങ്കര കിസ് ചെയ്യലും മേത്ത് കയറലും ഉമ്മ വയ്ക്കലും ഒക്കെയാണ്. പിന്നെ ഇപ്പോൾ ഇവിടെ നമുക്ക് യൂസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെറുത് ഫുഡൊക്കെ തലയിൽ കയറി അങ്ങനെ ചുമക്കുകയൊക്കെ ചെയ്യാൻ അവർക്ക് ഭയങ്കര ടെൻഷനാണ്. ഉടനെ വന്ന് കെട്ടിയൊക്കെ പിടിച്ച് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യും. അത് ചോദിക്കുന്നത് ഭയങ്കര അറ്റാച്ച്ഡാണ് നമ്മളായിട്ട്. എല്ലാവരായിട്ടും ഭയങ്കര കമ്പനിയാണ്. അച്ഛനാദ്യം ഡോഗ്സിനൊന്നും വീട്ടിലകത്ത് കയറ്റരുതെന്ന് പറഞ്ഞായിരുന്ന ആളാണ്. കുറച്ച് ദിവസം കഴിഞ്ഞ് പിന്നെ അച്ഛൻ്റെ കൂടെ ഇരുന്ന് ഭയങ്കര പാമ്പറിങ് ആയിരുന്നു. ഇവൾക്ക് ഒരു അസുഖമൊക്കെ വന്നപ്പോൾ ട്രിപ്പൊക്കെ ഇടേണ്ടി വന്നപ്പം അച്ഛൻ കൂടെ ഇരുന്ന് കരയുകയായിരുന്നു. അങ്ങനെ ഇത്തിരി പ്രായമായ ആൾക്കാർക്കൊക്കെ ഭയങ്കര കമ്പനി കൊടുക്കണ ഒരു എൻഗേജ്ഡ് ആക്കി വെക്കും അവരെ എപ്പോഴും. എനിക്ക് തോന്നുന്നുണ്ട് നമ്മുടെ ഒരു സൈക്കോളജി ഇവർക്ക് മനസ്സിലാവുന്ന. നമ്മൾ ടെൻഷനിലാണെങ്കിൽ ഇവർ വല്ലാണ്ട് പ്രശ്നം ഉണ്ടാക്കാൻ വരില്ല. നമ്മളെടുത്ത് വന്നിട്ട് ഇപ്പോൾ ഒരാൾ സൈലൻ്റായിട്ട് കൂടി ഇരിക്കുമ്പോൾ നമുക്കൊരു ഫീൽ കിട്ടില്ലേ, അതുപോലെ വന്നിരിക്കും. അങ്ങനെ കുറച്ച് നേരം വന്നിരിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരാൾ അടുത്തുള്ള പോലെ ഒരു ഫീൽ വരാറുണ്ട്. പിന്നെ ഇവരെപ്പോഴും ഇങ്ങനെ കളിച്ചിരിക്കുള്ളൂ. അപ്പോൾ അതൊക്കെ ആക്ടിവിറ്റീസൊക്കെ നമ്മൾ കുറച്ച് നേരം നോക്കുമ്പോൾ തന്നെ നമ്മൾ നോർമലി കാമാവും. എന്താ നമ്മുടെ ടെൻഷന് മറന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട്. വന്നിങ്ങനെ ഭയങ്കര സപ്പോർട്ടാണ്. നമുക്ക് തന്നെ തോന്നും ഇവർക്ക് ഇതൊക്കെ മനസ്സിലാവോ, നമ്മുടെ ഒരു മൂഡൊക്കെ മനസ്സിലാവോ എന്നൊക്കെ തോന്നും നമുക്ക്. വെറുതെ വന്നിങ്ങനെ എടുത്തിരിക്കും. അല്ലാത്ത സമയത്ത് ഇവർക്ക് കുറുമ്പ് കാണിക്കുന്ന സമയമാണെങ്കിൽ അങ്ങനെയല്ല, വന്ന് കുറുമ്പ് കാണിച്ച് ഡിസ്റ്റർബ് ചെയ്യും. അതും ഇവർക്ക് അറിയാം. പക്ഷേ നമ്മുടെ ഒരു മൂഡനുസരിച്ച് അവരത് ചെയ്യും. ഇവിടെ ഉള്ളപ്പോൾ ഇവിടെ അപ്പുറത്തോടെ ഒരു ട്രെയിൻ പോകും, ഇത്ര അടുത്താണ്. അപ്പോൾ എല്ലാവരും ഉള്ള സമയത്ത് ഇവരത് സൗണ്ടേ ശ്രദ്ധിക്കില്ല. പക്ഷെ ഞാൻ മാത്രമാണെങ്കിൽ ട്രെയിൻ പോയൊക്കെ ഒരുക്കുക ചെറിയൊരു മൈന്യൂട്ട് സൗണ്ട് വേണമെങ്കിൽ ഭയങ്കര ടെൻഷനായിട്ട് എന്നെ അങ്ങ് പ്രൊട്ടക്റ്റ് ചെയ്യാണ്. അങ്ങനെയാണ് ഇവരിയ്ക്കുക. നന്നായിട്ട് അഗ്രസീവാണ്, നന്നായി കുരയ്ക്കും. പിന്നെ ഒരു ചെറിയ ശബ്ദം കേട്ടാൽ അവർ ഗേറ്റിൻ്റെ പുറത്താണ്, ഒരു കാൽപ്പെരുമാറ്റം കേട്ടാൽ പോലും ഇവർക്ക് മനസ്സിലാവും. അപ്പം അലേർട്ടാവും, നന്നായി അഗ്രസീവാവും. നമ്മുടെ വണ്ടിയുടെ ശബ്ദം കേട്ടാൽ അവർക്ക് മനസ്സിലാവും. അപ്പോൾ പിന്നെ ആ ഒരു പ്രശ്നമില്ല. പുറത്തുനിന്ന് ഒരാൾ വന്നിരുന്നുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് അവരെന്ത് തിരക്കിലായാലും വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഈവൻ ഉറങ്ങുകയാണെങ്കിൽ പോലും ഒരു പെട്ടെന്ന് ആക്ഷൻ എടുക്കും. 12 മണിക്കൂർ ഉറങ്ങും എന്നാണ് ഇവരുടെ ഒരു ഇത്. അതേപോലെ തന്നെയാണ്, കുറച്ചു നേരം കളിക്കും, അത് കഴിഞ്ഞാൽ സഡൻലി പോയി കിടന്നുറങ്ങും. അത് കുറച്ച് നേരം കഴിഞ്ഞ് ഉറങ്ങി എന്നിട്ട് വീണ്ടും ആക്റ്റീവാകും. അങ്ങനെ രാവിലെ ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേക്കും. അതൊരു റൊട്ടീനാണ്. നമ്മളെയും വിളിച്ചെഴുന്നേൽപ്പിക്കും. എന്നിട്ട് അവരെ പോട്ടിക്ക് പോകണമെങ്കിൽ അവർ പറയും നമ്മളടുത്ത്. മോനിപ്പം ബാംഗ്ലൂരിൽ നിന്നൊക്കെ വരുമ്പോൾ കുറേ നേരം അവൻ്റെ കൂടെ തന്നെയായിരിക്കും സ്പെൻഡ് ചെയ്യുക. പിന്നെ ഇവർ പാമ്പർ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെ തലോടുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മോൻ അങ്ങനെ ഇരിക്കുമ്പോൾ വേഗം ചെന്ന് അവൻ്റെ അടുത്ത് പോയിരുന്ന് എങ്ങനെയാണ് ഒരു കൊച്ചുകുട്ടി നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ആ ഒരു ഫീലാണ് ഇവർ. ഇത് മദർ ഡോഗാ. ബാക്കി 3 പേര് വരുന്നത് ഇവളുടെ പപ്പീസാ. സ്നേഹിക്കാൻ മാത്രമേ അറിയുള്ളൂ. നമ്മൾ ഒരു കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കുന്നോളം തരുന്ന കുട്ടികളാണ്. നമ്മളൊക്കെ സ്വന്തം മക്കളെ പോലെയാണ് നമ്മുടെ അടുത്ത് തന്നെ. ഇപ്പോൾ എൻ്റെ 2 മക്കളും പുറത്താണ്. ആ ഒരു ഫീലൊന്നും അറിയിക്കാനാണ് ഇവർ നമ്മുടെ കൂടെ നിൽക്കുന്നത്.